നിങ്ങൾ കണ്ടില്ലേ, ഇത്തരം ഘട്ടങ്ങളിൽ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ചില്ലുകൂടുകളിലിരുന്ന് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആളുകൾ മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്നെഴുതി അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെപ്പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത്. മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല. ഇപ്പറയുന്നവരോ അവർ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഒരിറ്റു വെള്ളമെങ്കിലും ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാർ രംഗത്ത് വന്നപ്പോ അതിനെ പരാമർശിച്ച് കളിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യർ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പാതകമാണ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി 2 മണിക്ക് ശബ്ദം കേട്ട് വിവരമറിഞ്ഞ് ഉടനെ ഓടിയെത്തിയ വളണ്ടിയർമാർ അവർ രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ്. ചാലിയാർ പുഴയിൽ മുങ്ങിക്കൊണ്ട് മയ്യത്തുകൾ എടുക്കുകയാണ് പാതിരാത്രിയിലും. ശരിയാണ്, ചില ആളുകൾ അങ്ങാടികളിൽ മാത്രം വന്ന് യൂണിഫോം ഇട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പോയി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നവരുമുണ്ട്. അത്തരം ആളുകൾക്ക് യാതൊരു സ്വബോധവും ഇല്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്നാൽ ഈ മലകളിലും കാടുകളിലും തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിലും മരത്തിനടിയിലും ഇനിയും മനുഷ്യരുണ്ടോ, ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് നോക്കുന്നവർ, അല്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡമുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇപ്പോഴും അവർ വളരെ സജീവമാണ്. അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ, വലിയ പ്രതിഫലം നൽകട്ടെ, ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ, വലിയ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്.